എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നോ, ഞങ്ങളുടെ നാട്ടിലെ ഇത്തിരി ഉത്സവ കാഴ്ചകളാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ തിടനാടാണ് ഞങ്ങളുടെ നാട്. ഇവിടുത്തെ അമ്പലത്തിനുണ്ടല്ലോ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. നരസിംഹമൂർത്തിയും ശ്രീ മഹാദേവനും ശ്രീകൃഷ്ണനും ഒന്നിച്ച് മുഖ്യമൂർത്തികളായി ഇവിടെ വാഴുന്നു. 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് ഇന്ന് 8 ഉത്സവമാണ് കേട്ടോ. ഇന്ന് 8 ഉത്സവത്തിലെ കാഴ്ചകളാണ് ഞങ്ങളിവിടെ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇത്തിരി മാറിയാണ് ഇപ്പോൾ താമസിക്കുന്നത്. പാലായിലെ വേഴങ്ങാനം എന്ന പ്രദേശത്താണ് കേട്ടോ. ഇത് പടിഞ്ഞാറേ നടയാണ് കേട്ടോ. പടിഞ്ഞാറേ നടയെന്ന് പറഞ്ഞാൽ മുഖ്യമൂർത്തിയായ നമ്മുടെ പടിഞ്ഞാറ്റപ്പൻ എന്ന് പറയുന്ന നരസിംഹമൂർത്തിയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ഉത്സവത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം രണ്ട് സ്റ്റേജുകളാണ് കേട്ടോ. സാധാരണ മതിൽക്കകത്ത് ഒരു സ്റ്റേജേ പതിവുള്ളൂ. അപ്പോൾ പുറത്തെ സ്റ്റേജ് നമ്മുടെ ശാലു മേനോൻ്റെ നൃത്തങ്ങൾ ഇങ്ങനെ തകർത്ത് വാരി. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ തിരക്ക് കുറവ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ അടുക്കാൻ പറ്റില്ല, ഭയങ്കര ആളായിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ 10 ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇന്ന് 8 ഉത്സവമാണ്. 8 ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ വിളക്കാണ് കേട്ടോ. ഇനിയിപ്പം 2 ഉത്സവം കൂടിയുണ്ട്. നാളെ പള്ളിവേട്ട, പിന്നെ ആറാട്ട്. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇതിപ്പം നമ്മുടെ ക്ഷേത്രക്കുളത്തിലോട്ട് പോകുന്ന വഴിയാട്ടോ. ക്ഷേത്രക്കുളമാണിത്. ഇരുട്ടായതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് നമുക്കത് ശരിക്കും എടുക്കാനൊന്നും വെള്ളമൊന്നും അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. അതാണ്. കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഞാൻ ഇവിടെ വന്നൊക്കെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അതൊന്നും പറ്റൂലല്ലോ. അതൊക്കെയാണ്. എന്താണ്, ഈ അപ്പുറത്തെ കൊടിമരമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്, കണ്ടോ. ഈ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉളവാക്കുന്ന ഒരു സംഗതി തന്നെയാണല്ലേ. അതൊരു ഹരമാണല്ലേ നമ്മുടെ ഓരോ മലയാളികൾക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ. എനിക്കത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഈ പടിഞ്ഞാറ്റപ്പൻ്റെ മണ്ണും ഈ പടിഞ്ഞാറ്റപ്പനെയും ഒരിക്കലും നമ്മൾ ഓരോരുത്തരും ഇവിടുന്ന് പോയവരുടെ എല്ലാം മനസ്സിൽ ആദ്യം എപ്പോഴും എന്ത് വിഷമമുണ്ടായാലും എൻ്റെ പടിഞ്ഞാറ്റപ്പന്നേ വരുള്ളൂ കേട്ടോ. പിന്നെ ഇത് എന്താണെന്നറിയോ, ഒരു ചെറിയ കോവിലാട്ടോ. ഈ ക്ഷേത്രശില്പിയായ തിരുവുടയാർ സ്വാമികളുടെ ഒരു ചെറിയ കോവിലാണ് കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ വേറൊരു അവസരത്തിൽ പറയാം കേട്ടോ. ഇനി അടുത്തായിട്ട് എന്നാന്ന് അറിയാവോ, നമ്മുടെ നാഗത്തന്മാരെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു പ്രദേശം, ഒരു ചെറിയ കാവ് പോലെ ഉണ്ട് കേട്ടോ. അത് ഈ ക്ഷേത്രത്തിൻ്റെ മതിക്കകത്താട്ടോ. അവിടെയൊക്കെ ഒന്ന് തൊഴാൻ പറ്റി. ഈ സമയത്തായതുകൊണ്ട് പുറത്തൊരു സ്റ്റേജ് ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ ഇത് ഇത്ര ഈസി ആയിട്ട് ഇവിടെ തൊഴാൻ പറ്റണം കേട്ടോ. പിന്നെ ഈ സമയത്ത്, ഉത്സവത്തിൻ്റെ സമയത്ത് വന്നാൽ എല്ലാവരെയും കാണാം കേട്ടോ. എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടെയാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും, എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ സമയത്തായതുകൊണ്ട് എല്ലാവരെയും കാണാം. ഇത് ആരാണെന്നറിയോ, എൻ്റെ അനിയനും അനിയത്തിയാട്ടോ. എൻ്റെ ഏട്ടൻ്റെ അനിയനും അനിയത്തിയാണ് കേട്ടോ. എല്ലാവരും ആരുടെയും വീട്ടിൽ പോകേണ്ട കാര്യമില്ല, എല്ലാവരും അമ്പലത്തിൽ തന്നെയാണ്. അതാണ് ഒരു ഭയങ്കര, അമ്പലത്തിലോട്ട് വന്നാൽ മതി എല്ലാവരെയും കാണാൻ. കൂട്ടുകാരും ഒക്കെ 10-17 വർഷം ഇവിടെ കഴിഞ്ഞതാണ് കേട്ടോ. ഇന്നലെ ഇന്നലെ 7 ഉത്സവം അല്ലേ. 7 ഉത്സവം കഥകളിയായിരുന്നു കേട്ടോ. കഥകളി എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്നലെ കാണാൻ വരാൻ പറ്റിയില്ല. സാധാരണഗതി കഥകളി കാണാൻ ഇവിടെയാണെങ്കിൽ സ്ഥിരം ഞാൻ വരണമാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരിടത്ത് താമസിക്കുമ്പോഴേ നമുക്ക് എപ്പോഴും ഒന്നും സാഹചര്യങ്ങൾ വരാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ എന്താണെങ്കിലും മനസ്സെപ്പോഴും ഇവിടെ തന്നെയാണ് കേട്ടോ. അതാണ്. ഇതിപ്പോൾ എന്താണ്, കുറേ കൂട്ടുകാർ, കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, 3 ദേവന്മാരെയും ഒരുമിച്ച് എഴുന്നള്ളിപ്പിച്ച് വലിയ വിളക്കിനായിട്ട് നിർത്തിയിരിക്കുക കേട്ടോ. ഇത്തവണത്തെ ഉത്സവം പതിവിനേക്കാളും ഒക്കെ ഉണ്ടല്ലോ, 10 വർഷങ്ങളെക്കാളും ഒക്കെ ഗംഭീരമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഭഗവാന്മാരിങ്ങനെ എഴുന്നള്ളി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ പറ വെക്കുക കേട്ടോ. പറ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടോ 3 പേര് ഒരുമിച്ച്, അതെന്ത് രസമല്ല, ഒരു നമ്മൾ ഭക്തിയിലങ്ങ് അലിഞ്ഞില്ലാതായി പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇത്തവണത്തെ ഉത്സവം എല്ലാ വർഷത്തെ ഉത്സവത്തിനേക്കാളും ഒക്കെ ഒത്തിരി ഗംഭീരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മുൻകാലങ്ങളിൽ മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, അതല്ല, എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒത്തിരി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ 3 ദേവന്മാർ ഒരുമിച്ച് നിൽക്കുന്നതും അങ്ങനെ ഉണ്ട്, എല്ലാ പ്രാവശ്യവും ഉണ്ട്. എന്നാലും എന്തോ ഒരു പ്രത്യേകത ഇപ്രാവശ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
പിന്നെ തെരനാടിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ ജാതി മത വർണ്ണം അങ്ങനെ ഒരു വേർതിരിവുകൾ ഇവിടെ ഞാൻ കാണാറില്ല കേട്ടോ. ശരിക്കും ഞാനൊരു 10-17 വർഷം ഇവിടെ ജീവിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവരും ഒരുപോലെ ഇത് ആഘോഷിക്കുന്നു കേട്ടോ. എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെയാണ്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഈ തെരനാടിനെ സംബന്ധിച്ച് അതിത്തിരി കൂടുതലാണ് കേട്ടോ. എല്ലാവരും ഒരേപോലെയാണ് ഇവിടെ ഈ ഉത്സവം ആഘോഷിക്കണം കേട്ടോ. പിന്നെ ഈ മണ്ണിൽ നിന്ന് ചിലപ്പം നമ്മളെല്ലാവരും അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ മനുഷ്യന്. അപ്പോൾ എന്താണ്, വേറെ പ്രദേശത്തോട്ട് പോയി താമസിക്കുന്നവർ കാണും, ചിലപ്പോൾ കടൽ കടന്നു പോയവർ കാണും, കല്യാണം കഴിഞ്ഞതിന് ശേഷം മാറിപ്പോയവരൊക്കെ കാണുമല്ലോ. അവരെല്ലാവരും ഈ സമയത്ത് ഇവിടെ ഒത്തുകൂടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൂടിച്ചേരലിൻ്റെയും ഒരു സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയാണല്ലേ, നമ്മളെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ചല്ലേ. അപ്പോൾ ഇത് കണ്ടോ, എഴുന്നള്ളി വരുന്ന 3 ഭഗവാന്മാരും പടിഞ്ഞാറ്റപ്പനും മഹാദേവനും ശ്രീകൃഷ്ണനും കൂടെ ഒന്നിച്ചു വരുന്ന ആ കാഴ്ച ഒന്ന് വേണേ നമുക്ക് പറയാമല്ലേ. ഭക്തിയുടെ ആ ഒരു വലിയ അമൃത കുംഭം നമ്മുടെ നമ്മുടെ തലവഴി ഇങ്ങനെ വരുന്ന ഒരു പ്രതീതിയാണല്ലേ നമുക്ക് യഥാർത്ഥ ഒരു ഭക്തന് ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഉത്സവങ്ങളൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വേദിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ ഓക്കെ, ബായ്.